സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഡിസ്കഷൻ ഭാഗമായിട്ടാണ്. കുറച്ചധികം വൈകിപ്പോയി എന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ തന്നെ പടം കണ്ട ആളാണ്. നേരത്തെ റിവ്യൂ ഡിസ്കഷൻ ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ പോയി പടം കണ്ടു. പക്ഷേ നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇതിനു മുമ്പ് നമ്മൾ കാണുമ്പോൾ വള്ളംകളിയിൽ തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് വേറൊരു പരിപാടിയായിട്ട് വന്നു. നമ്മൾ വള്ളംകളിയുടെ കുറച്ച് ഷൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷനായിട്ട് പോയി. ആ ഫുൾ ഡേ നമുക്ക് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അന്ന് രാത്രി ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ട് അതും നടന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടു വഴിക്ക് പോയി. അതിനുശേഷം ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയ അവസരം ഇന്നാണ്. ഓണത്തിൻ്റെ ഒരു ദിവസം മുമ്പ്. ഒരു ദിവസം മുമ്പ്. അതായത് നമ്മൾ തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് വരാൻ പോകുന്നത്, ഈ വീഡിയോ വരാൻ പോകുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. ഏത് ഉത്രാടത്തിനാണ്. അതെ, പക്ഷെ പടം വിജയിച്ചുകൊണ്ട് സീനില്ല. പടം ഇപ്പോഴും തകൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹൗസ്ഫുൾ ഷോസ് ആണ്. സോ അപ്പോൾ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല രീതിയിൽ കണ്ട് എൻജോയ് ചെയ്തൊരു പടമാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ സിനിമ കാണാനുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം. പക്ഷെ നിങ്ങൾ ഈ റിവ്യൂസിൽ കാണുന്ന മറ്റേ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ഏതാ ഒരു ഭയങ്കര വലിയ അങ്ങനത്തെ ഒരു പടമല്ല, കൊച്ചു പടമാണ്. ഒരു വളരെ സിമ്പിൾ പടമാണ്. നമ്മൾ ഈ സത്യനന്ദിക്കാട് സിനിമകളൊക്കെ കാണുന്ന നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞു, അതായത് മോഡേൺ വേർഷൻ ഓഫ് സത്യനന്ദിക്കാട്. അത് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് റോംകോം ആണ്. സത്യനന്ദിക്കാട് ഫാമിലി ഡ്രാമ ആണെങ്കിൽ ഇവിടെ റോംകോം എന്നുള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. സിനിമ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ലൈറ്ററാണ്. കുറച്ച് ഹ്യൂമറുണ്ട്, കുറച്ചധികം ഹ്യൂമറുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഹ്യൂമർ വർക്കാവുന്നു അത്രത്തോളം നിങ്ങൾക്ക് സിനിമ രസമാവും. നിങ്ങളുടെ ഹ്യൂമറിൻ്റെ മീറ്ററുകൾ കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ അത്രയും ഞാൻ ചിരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അത്രയും ഗംഭീരമായിട്ട് തോന്നുന്നു. അതെ അതെ. ഇപ്പൊ ഒരുപാട് പേര് ചിരിച്ച് മറിയും മണ്ണ് കപ്പും എന്നൊക്കെ പറഞ്ഞ് അത് കേട്ട് പോകുമ്പോൾ അത്ര ചിരിക്കാനില്ലല്ലോ എന്ന് പറയാം. ചിരി ലക്ഷ്യമാക്കി പോയാൽ എനിക്ക് തോന്നുന്നു ചിരിക്കും. നിങ്ങൾക്ക് ചിരിക്കാനുള്ള മൊമെന്റ് ഉണ്ടാവും പടത്തിൽ. പക്ഷെ അതിങ്ങനെ എന്താ പറയുക, അതിൽ നിങ്ങൾ എല്ലായിടത്തും എവിടെയൊക്കെ നിങ്ങൾ ചിരിക്കുക എന്നുള്ളത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത് പടത്തിനെ പറ്റി. അതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നിങ്ങൾ തിയേറ്ററിലേക്ക് പോവുക. ഒരു നല്ല സിനിമ കാണാൻ ചെല്ലുക. നിങ്ങൾക്കൊരു നല്ല സിനിമ ഡെലിവർ ചെയ്യുന്നു, അത് കാണുക, സന്തോഷത്തോടെ തിരിച്ചു വരിക. അതാണ് സന്തോഷത്തോടെ ഇറങ്ങി വരാവുന്നൊരു സിനിമയാണ്. എനിക്ക് ഏകദേശം പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഒരു ഗിരീഷ് ഷേഡി പടം കാണാൻ വേണ്ടിയാണ് പോയത്. പുള്ളിക്ക് കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പം എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത് ഗിരീഷ് ഷേഡിയുടെ ഏറ്റവും മെച്യൂർ സിനിമയാണ്. മറ്റ് സിനിമകളെക്കാൾ കുറെ കൂടെ വേറൊരു സ്റ്റൈലിലാണ് ക്യാരക്ടേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്ത്. നായക നടൻ ഒരുപാട് സിനിമകളുടെ മറ്റേ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്കൂൾ പ്രണയം, കോളേജ് പ്രണയം, ഓഫീസ് ആഫ്റ്റർ കോളേജ് പ്രണയം, പിന്നെ ഇതിപ്പോ മറ്റേ മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള പ്രണയം ഹാൻഡിൽ ചെയ്ത അല്ലെങ്കിൽ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്ത പടമാണ്. എന്നാൽ 100% അവിടെ എത്തിയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഗിരീഷ് ഷേഡി എലമെന്റ്സിലേക്ക് പോയി അങ്ങനത്തെ തോന്നി. മറ്റേ പുള്ളിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഒരു ഇവന്റ് കാണും, ഇതിനകത്തും ഇടയ്ക്ക് കോളേജിൽ പോയി അവിടെ ആ സംഭവം പുള്ളിയുടെ എല്ലാ പടത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ടൂർ പോകുന്നത് അങ്ങനെ കുറച്ച് റെഗുലർ ഗിരീഷ് ഷേഡി എലമെന്റ്സ് ഇതിനകത്ത്. ആ എലമെന്റ്സ് ആണ് എനിക്ക് സ്മൂത്തായിട്ടല്ല, പെട്ടെന്നൊരു ഗോവ ട്രിപ്പിന്റെ ഇത് വരുന്നു, അവർ ഗോവയ്ക്ക് പോകുന്നു, പെട്ടെന്ന് ഇവർ കോളേജിലെത്താൻ മറ്റേ സ്റ്റോറി ലൈനായിട്ട് കണക്ട് ചെയ്താൽ പറ്റും. അവൻ്റെ കാമുകി അവിടെ പഠിക്കുന്നു, ഇവനവിടെ ചെല്ലുന്നു, അവിടെ ഒരു പ്രശ്നം, അവിടെ ആ സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള റെഗുലർ ഗിരീഷ് ഷേഡി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് പേഴ്സണലി അതൊക്കെയായിരുന്നു കുറച്ച് ഈ പടത്തിന് ത്രൂഔട്ട് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത് കുറേ കൂടെ ഒരു സീരിയസ് സബ്ജക്റ്റ് ആദ്യമായിട്ട് ഗിരീഷ് ഷേഡി തമാശകൾ കുറവുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഈ റോം കോം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് റോം ഗംഭീരമായിട്ട് വർക്കായി, കോം എനിക്ക് കുറച്ച് അതാ ഞാൻ പറഞ്ഞത്. ഈ തമാശ നിങ്ങൾക്ക് എത്രത്തോളം വർക്കാവും എന്നുള്ളത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തുകൊണ്ടിരിക്കും. പിറ്റേ ദിവസത്തെ റിവ്യൂസ് വന്നപ്പോഴത്തേക്കും ചിരിച്ച് വയറ് എനിക്ക് വയ്യാണ്ടായി ചിരിച്ച്. അപ്പം ഞാൻ ആ റിവ്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഇത് കുറച്ചധികം പുഷ് ചെയ്താണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെ ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ അത് പ്രതീക്ഷിച്ച് അജിത്ത് തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടം അല്ല, അത് പ്രതീക്ഷിച്ച് അടുത്ത ദിവസം എനിക്ക് ചിരിക്കാൻ വേണ്ടി കയറാന്നൊരു ഓഡിയൻസ് കയറില്ല. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ റീസെറ്റ് ചെയ്യണല്ലോ. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ലൈറ്റ് ഹാർട്ടഡ് പടം കാണാൻ കയറുവാണെങ്കിൽ എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. എനിക്കും ഈ പടം ഇഷ്ടപ്പെട്ടു. പിന്നെ വർക്കാവാത്ത കുഞ്ഞു കുറച്ച് ഏരിയാസ് ഉണ്ട്, വളരെ ചെറിയ ഏരിയാസ് ഉണ്ട്. ഇങ്ങനെ കുറ്റം പറയച്ചല്ല, എന്നാലും എൻജോയബിൾ സിനിമയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്ന ഗിരീഷ് ഷേഡി പടം പോലെ അല്ലാതെ വേറിട്ടൊരു ഗിരീഷ് ഷേഡി പടമായിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് എൻ്റെ പുള്ളിയുടെ പടങ്ങളെ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ
ഈ പടത്തിനെ ഞാൻ കുറച്ച് ലോയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് പേഴ്സണലി. ഒരുപാട് പേരുടെ ഞാൻ കണ്ടു, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിരീഷ് ഷെഡി പടമാണ്. ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്കിതിലും ഇഷ്ടപ്പെട്ട ഗിരീഷ് ഷെഡി പടങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിയുടെ പടം എന്ന് പറയാം അയാം കാതൽ. ഓ, അത് വെറൈറ്റി. എനിക്ക് എനിക്ക് പ്രേമലു കണ്ടപ്പോൾ പോലും അത് ഞാൻ ആസ്വദിച്ചെങ്കിലും എനിക്ക് അയാം കാതൽ കണ്ടപ്പോഴാണ് അതാണ് എന്റെ ടൈപ്പ് ഓഫ് പടം. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വ്യത്യസ്ത സിനിമ. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോഴാണ് ഇത് ആ സിനിമയായിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇങ്ങനത്തെ ടൈപ്പ്. ഞാൻ മറന്നുപോയത് പുള്ളിയാന്ന് മറന്നുപോയി. ഞാൻ ആ പടം 3 വട്ടം തിയേറ്ററിൽ പ്രേമലിന് മുമ്പ് ചെയ്തത് പ്രേമലിന് ശേഷം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു പ്രേമലിന് മുമ്പ് വന്നിരുന്ന ഇപ്പൊ കിട്ടിയതിനേക്കാൾ കൂടുതൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു. കാര്യം പ്രേമലുവിന്റെ ആ ഹൈപ്പില് വന്ന സിനിമയാണ്. പക്ഷെ ഒരുപാട് പേർക്ക് പടമായിട്ടും അത് ഒരുപാട് വർക്കായി. അത് OTT പടമായിട്ട് എല്ലാരും കാണുന്നത്, തിയേറ്ററിൽ റിലീസ് ചെയ്ത്. അതായത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രേമലുവിന്റെ പ്രേമലു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 മാസത്തിനുള്ളിൽ വന്ന പടം കണ്ട ഒരു ഹൈപ്പ് ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതിൽ ആൾക്കാർ പോയിട്ട് കുറച്ച് ഡിസപ്പോയിന്റ് ആയി പോയാൽ തോന്നുന്നു. എനിക്ക് ഈ പറയുന്ന പ്രേമലും ഞാൻ പേഴ്സണലി ഇതിലും എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഇതിലും ബെറ്റർ പടം അങ്ങനല്ല ഞാൻ പറയുന്നത്. ഞാൻ പേഴ്സണലി കുറെ കൂടെ എൻജോയ് ചെയ്ത പടമാണ് പ്രേമലു. ഞാൻ ഒരുപാട് പേര് പറയാത്തൊരു പടമാണ് സൂപ്പർ ശരണ്യ. ഞാൻ ഒരുപാട് തിയേറ്റർ എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ് സൂപ്പർ ശരണ്യ. പക്ഷെ പലർക്കും അത് ഭയങ്കര മിക്സ്ഡ് പടമാണ്. എന്റെ ഏറ്റവും ഞാൻ രണ്ടാമത് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമത് കാണാത്ത കാരണം ഈ ഗിരീഷ് ഷെഡി പടമാണ് സൂപ്പർ ശരണ്യ. ഈ ഗിരീഷ് ഷെഡി പടങ്ങൾക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ തേർഡ് ആക്ടില് പുള്ളി എല്ലാ പടത്തിലും ഈ പ്രേമലു ഉൾപ്പെടെയുള്ള എല്ലാ സിനിമയ്ക്കും തേർഡ് ആക്ട് ഇത് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും എന്നൊരു കൺഫ്യൂഷൻ കഴിഞ്ഞിട്ടാണ് പോയി അവസാനിക്കുന്നത്. അവസാനിച്ചത് ഏറ്റവും നന്നായിട്ട് അവസാനിച്ച സിനിമകളിലൊന്നും ചിലപ്പം ബദ്ലഹേം കുടുംബം ഭയങ്കര സാറ്റിസ്ഫാക്ടറി എൻഡിങ് ആണ് ഇതിന്. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന ഒരു ലാഗ് കുറച്ച് നേരം ഇങ്ങനെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് എനിക്ക് മനസ്സിൽ കണ്ടോണ്ടിരുന്നപ്പോ അത്ര നേരം ഉണ്ടല്ലോ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം പുതിയതല്ല. പക്ഷെ ആ സീനുകളിലെല്ലാം എന്തെങ്കിലും രസകരമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. തമാശയോ എന്തെങ്കിലും പരിപാടി ചെയ്തിരിക്കും രസകരമാക്കാനുള്ള ശ്രമം നടക്കുക. ഈ പറഞ്ഞ ആ ഒരു ലോ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ക്ലൈമാക്സിനൊക്കെ മുമ്പ് കുറച്ച് നേരത്തേക്ക് ആ പോയിന്റ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന സീനിലും വലിയ പുതുമയില്ല. ആ സീനിനെ രസകരമാക്കാനും ഒന്നും നടക്കുന്നില്ല. അത് ആ മീറ്ററിൽ തന്നെ പോയത് കുറച്ച് ഇമോഷണലാണ്. അപ്പോൾ അതിന് ആ മീറ്ററിൽ തന്നെ ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കണ്ട് രസിക്കാനും മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. അത് ഈ പടത്തിന് എത്ര നേരം കൊണ്ടുവന്ന രസമുണ്ടല്ലോ, ആ രസം ഉള്ളത് കൊണ്ടാണ് ഈ ഏരിയയിൽ കുറച്ച് ഇതാകുന്നത്. ഇനിഷ്യൽ മൂഡെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ അത് കീപ്പ് ചെയ്ത് പോകുമല്ലോ. അത് എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈ പടത്തിൽ കുറവാന്ന് തോന്നി. കാരണം ഈ പടം ഇനിഷ്യലി കുറച്ച് സീരിയസ് പടമായതുകൊണ്ട് അവിടെ ഒരുപാട് ലോ ആവുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പക്ഷെ പ്രേമലു പോലൊരു സിനിമയ്ക്കകത്ത് ഇത് എങ്ങനെ കൊണ്ട് നിർത്തില്ല. എനിക്ക് ബേസിക്കലി അങ്ങനെ ഇപ്പൊ ചേട്ടനത് തമാശ കുറച്ച് കുറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞത് തമാശ കുറവാണെന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നെ ബേസിക്കലി അല്ല നായകൻ എന്ന ക്യാരക്ടർ നിവിൻ പോളി തുടക്കം തൊട്ട് ഒരുപാട് തമാശ പറയുന്ന ക്യാരക്ടർ ഒന്നും ഇല്ല. നിവിൻ പോളി തമാശ പറയല്ല, സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുക. അതായത് ഞാൻ ബേസിക്കലി ത്രൂ ഔട്ട് ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ ചിരി ഇല്ലാണ്ടാവുന്ന പോയിന്റ് ആയിരുന്നു എനിക്ക്. ത്രൂ ഔട്ട് പടം മൈൽഡ് ലവ് സ്റ്റോറിയാണ്. എനിക്ക് തിയേറ്ററിൽ ചിരിക്കുമ്പോഴും ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും സത്യം പറഞ്ഞാൽ. എനിക്ക് ഈ ചിരി അതൊരു പറഞ്ഞത് ചിരി ഞാൻ പടം എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ കോമഡി പടമായിട്ടല്ല എൻജോയ് ചെയ്യുന്നത്. അത് തന്നെ ഇപ്പൊ കാണാൻ പോകുന്ന ഇതൊരു കോമഡി പടമാണെന്നുള്ള ലെവലിൽ പോവാതെ ഒരു ഫീൽ ഗുഡ് റോം കോം എന്നുള്ള ലൈനിൽ ചെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചിലപ്പോൾ ചിരിക്കാൻ പറ്റും. ഇത് നമ്മൾ ഭയങ്കര കോമഡി ആണല്ലോ എന്നുള്ള ലൈനിൽ പോകാതിരുന്ന എനിക്ക് ഒരുപാട് സ്ഥലത്തെ തമാശകൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തിയേറ്ററിൽ ചിരി വരുമ്പോൾ ഞാൻ മനസ്സിലായി ഈ സാധനം നമുക്കുള്ളതല്ല, പക്ഷെ ഇതിന് ഓഡിയൻസ് ചിരിക്കും മനസ്സിലായി. ഞാൻ പക്ഷെ എനിക്ക് കുറഞ്ഞ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതിന്റെ മൂഡ്, ഈ മൂഡിൽ കിട്ടുന്നതെല്ലാം പിടിച്ചോ അത് എൻജോയ് ചെയ്തോ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സിനിമ ഒന്നും തരത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഹാപ്പി ആയിരുന്നു. എനിക്ക് വർക്കായ പറഞ്ഞതിൽ ഞാൻ കൂടുതൽ ചിരിച്ച ക്യാരക്ടർ എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ്. പക്ഷെ പുള്ളിയുടെ സോൺ ഗിരീഷ് ഷെഡിയുടെ സോണുമായിട്ട് എത്രത്തോളം അടുത്താന്ന് അറിയത്തില്ല. പുള്ളി ഇങ്ങനെ ഒരു ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ. അപ്പം കോളേജിലേക്ക് കൊണ്ടുവരും ഇതാ കണ്ടോ ഇതാ കോളേജ് ആ ലൈൻ കോമഡി. അപ്പം എനിക്കിത് ഗിരീഷ് ഷെഡി പടങ്ങളിലെ തമാശയിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു പടം. പുള്ളിയുടെ പടങ്ങളിൽ കൂടുതൽ ഈ പറയുന്ന ഭാഷയുടെ ഒരു തമാശ, ഭാഷ വെച്ചുള്ള തമാശ. അത് നസിലിനൊക്കെ അവിടെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഭാഷ അതാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ചിരി വന്ന എലമെന്റ്സ് ഗ്ലിക്സൺ എന്ന ക്യാരക്ടറിന്റെ ഗ്ലിക്സണും സുരേഷ് ഇവരുടെ രണ്ടുപേരുടെ ഹ്യൂമറാണ് എനിക്ക് വർക്കായത്. എനിക്ക് അത്ര വർക്കാവാഞ്ഞു പോയതും ഒരുപാട് പേർക്ക് വർക്കായതുമായിട്ട് മറ്റേ നമ്മുടെ ഡയറക്ടർ സംഗീത് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഫുൾ ട്രാക്കില്ലേ
എനിക്ക് അത്ര പുള്ളിയുടെ ഞാൻ ആക്ച്വലി നമ്മുടെ ഹൃദയപൂർവ്വത്തിലൊക്കെ പുള്ളി സംഗീത് പ്രതാപ് എനിക്കൊരു പ്രധാന എലമെന്റ് ആണ്. പക്ഷെ ഇതിനകത്ത് സംഗീത് പ്രതാപ് ഒരു അതാണ് ഇതിനകത്ത് സംഗീത് പ്രതാപിനേക്കാൾ മെയിൻ എലമെന്റ്സ് വേറെ ഗ്ലിക്സൺ ആണ് അതിനകത്ത് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, ഗ്ലിക്സൺ കുറച്ചുകൂടെ ഏകദേശം ആ ടോൺ തന്നെ ഹാൻഡിൽ ചെയ്ത് വേറെ പടങ്ങളിൽ. അതായത് ഇതിനു മുമ്പുള്ള പടങ്ങളിൽ സംഗീത് പ്രതാപ് ചെയ്ത ക്യാരക്ടറാണ് ഇവിടെ ഗ്ലിക്സൺ, അതായത് നമ്മുടെ റോഷൻ ഷാനവാസ് റീപ്ലേസ് ചെയ്തിരിക്കും. അതെ, പിന്നെ നിവിൻ പോളി ഭയങ്കര ഒരു സീരിയസ്, അതായത് പുള്ളിയെ ഒരു നാട്ടിൻപുറത്തെ നമ്മുടെ ചേട്ടൻ ക്യാരക്ടറാണ്. അപ്പൊ നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മള് എന്ത് ജസ്റ്റിൻ ചേട്ടൻ. ഞങ്ങളുടെ ഇടവഴിയില് ഈ ജസ്റ്റിൻ ചേട്ടൻ ഞാനാ. പ്രണയമൊന്നുമില്ല, പക്ഷേ അതായത് ജസ്റ്റിൻ ചേട്ടൻ ആ പുള്ളി, പക്ഷെ അല്ല ആ റൂട്ടില് അല്ല ആ റൂട്ട് ആ വഴിയിലെ ഏറ്റവും മൂത്തയാൾ നമ്മുടെ ഇപ്പൊ കൊറോണ സമയം 1.5 വർഷമല്ലേ, ഈ വർഷം ഡെയിലി എല്ലാരും ഞങ്ങളുടെ വീട്ടിലാണ്. എന്നേക്കാൾ കൂടുതൽ ജസ്റ്റിൻ ചേട്ടനെ പോലെ ആക്ട് ആയത് എൻ്റെ അനിയൻ വിഷ്ണു. അവൻ്റെ റൂമിൽ എല്ലാവരും കൂടെ ഒരു 10 പേര് അതിനകത്ത് എല്ലാ ദിവസവും കാണും. കൊറോണ ദിവസം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇട്ട് ചുമ്മാ ചളിയും പറഞ്ഞ് അവിടെ ഇരിക്കുക. അപ്പം എനിക്ക് അങ്ങനൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന എനിക്ക് കണക്ട് ആയ ക്യാരക്ടർ എന്ന് പറയാം ഈ ഗ്ലിക്സൺ. അതായത് ഇപ്പൊ ഞാനുമായിട്ട് കണക്ഷൻ ഗ്ലിക്സൺ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പാളിപ്പോവാ. അതായത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഐഡിയ, ചീറ്റി പട്ടോറടങ്ങി പോയി എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് എൻ്റെ ലൈഫിൽ. നമ്മളത് ഇതിനകത്ത് ഈ പറഞ്ഞാല് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നമ്മളെ ഇവനെ, അതായത് സംഗീത് പ്രധാന്റെ ക്യാരക്ടർ ഗ്ലിക്സൺ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ മൈസൂർ പാക്ക് ഇതുപോലായിരുന്നു. അതായത് ഐഡിയ മൊത്തം എൻ്റെ മറ്റേ ചീഞ്ഞ ഐഡിയ. ഏത് ഈ ഐഡിയാസ് ആരെങ്കിലും പറഞ്ഞു തരും, നമ്മളിത് അപ്ലൈ ചെയ്യും, പാളി പണ്ടാറടങ്ങിപ്പോ. അപ്പൊ എനിക്ക് ആ സിനിമ കണ്ടോണ്ട് ഞാൻ മനസ്സിലായത് കഥയിലെ കോമഡി പീസാണ് നമ്മൾ എന്ന് നമുക്ക് അന്നേ മനസ്സിലായതാ. ഞാനും ചോദിക്കുന്നില്ല, ഇയാളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ബേസിക്കലി ഗ്ലിക്സൺ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്ന ക്യാരക്ടർ. മറ്റേത് പിന്നെ 90s കിഡ് ആയതുകൊണ്ട് കാസറ്റ് മറ്റേ 90s കിഡ് ആയതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ആ ക്യാരക്ടറുമായിട്ട് ഏജ് വൈസ് കണക്ട് ആവുന്നത് നമ്മളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഈ പടത്തില് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നിയ ക്യാരക്ടർ ഗ്ലിക്സൺ. അത് ഗ്ലിക്സന്റെ സ്ഥലത്ത് ഞാൻ എന്നെ പ്ലേസ് ചെയ്ത് നോക്കി. അതായത് കറക്റ്റാ, അങ്ങനെ പാളിപ്പോവാ ബസ്സിൽ കയറിയിട്ട് ഗ്ലിക്സൺ എവിടെ അല്ല എൻ്റെ പേരാ പറഞ്ഞത്. അപ്പം ഞാൻ ആ തമാശയൊക്കെ ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഈ ഡയറക്ടറുടെ പടത്തിലല്ല ഞാൻ പ്ലേസ് ചെയ്ത് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇങ്ങനെ അങ്ങനെ ഫിറ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഇതെന്താ ഈ തമാശ ഗിരീഷ് പടത്തിൽ നിന്ന് ഞാൻ ആലോചിക്കാറ്. പുള്ളിയുടെ പടത്തിൽ ചളികളില്ലെന്നല്ല, ആക്ച്വലി ചൂരലിലുണ്ടായിരുന്ന ആ പുള്ളിയുണ്ട്, പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പുള്ളി ആക്ച്വലി പുള്ളിയുടെ മിക്ക സീനുകളിലും ഒരുപാട് ഓവർഡം സാധനങ്ങളുണ്ട്. അതായത് ഡബിങ്ങിൽ കുറച്ച് പുള്ളി ഇങ്ങനെ ഒരുപാട് സൈഡ് ക്യാരക്ടറായിട്ട് അതെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അതിൽ നല്ലതുകൊണ്ട് വർക്കാവാത്ത സാധനങ്ങളുണ്ട്. എനിക്ക് ഗ്ലിക്സന്റെയും പേഴ്സണലി 50-50 ആണ്. ഗ്ലിക്സൺ തുടക്കമൊക്കെ വന്നിട്ട് ഓരോ കാര്യം അപ്പൂപ്പന്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ആ സാധനമൊക്കെ ഇല്ല. അപ്പൊ അതിങ്ങനെ പറയുന്നു പോകുന്നുള്ളതല്ല, എനിക്കൊരു ഇമോഷൻ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നില്ലായിരുന്നു. തമാശ സീനാണോ എന്താണെന്ന് എനിക്ക്, ബട്ട് അതൊരു ഫൺ സീനാണ്. അതിങ്ങനെ പ്രസന്റ് ആയി ഇങ്ങനെ പോവാണ്. എന്നെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതാ പറഞ്ഞത്. അതായത് ആക്ച്വലി ഇപ്പൊ ഈ ഡിസ്കഷൻ കാണുന്നവരും വിചാരിക്കും ചിലപ്പോൾ ഈ പടം ഭയങ്കരമായിട്ട് വർക്ക് ആൾക്കാർക്ക് ചിന്തിക്കും ഇവന്മാരെന്തോട് ഈ പറയുന്നത് ഗംഭീര സീനാണോ വിചാരിക്കും. പക്ഷെ അത് അതായത് പറഞ്ഞത് ഈ സീൻ കാണുമ്പോൾ ഇത് തമാശയാണെന്ന് എത്ര പേർക്ക് തോന്നുന്നു, എത്ര പേർക്ക് തോന്നുന്നില്ല എന്നുള്ളത് മാത്രമേ. അതായത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പടം സെറ്റ് ചെയ്യുന്ന ഒരു മൂഡുണ്ട്. നമുക്ക് കറുകുറ്റി അല്ലേ, കറുകുറ്റിയിൽ ഈ ബദ്ലഹേം കുടുംബ യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ചുറ്റുവട്ടം, ആ ചുറ്റുവട്ടത്തിൽ ഈ ആളുകളുടെ കൂടെ പോയി നിൽക്കാനും അവരെയൊക്കെ പരിചയപ്പെട്ടു എന്ന ആ ഒരു ചിന്തയില്ല. അത് ഒരു ദിവസത്തേക്ക് എനിക്ക് നിന്നായിരുന്നു. പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞും ഇവരെയൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്നായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞ എല്ലാ തമാശയ്ക്കും ഞാൻ ചിരിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവരുടെ കൂടെ നിൽക്കാൻ ഭയങ്കര ഒരു കംഫോർട്ട് സോൺ പോലത്തെ ഒരു പടമായിരുന്നു എനിക്കിത്. അതെ, എനിക്ക് ബേസിക്കലി ഭയങ്കര എനിക്ക് ഇത് പിന്നെ കാണാനുള്ള ഒരു ഇതുണ്ട്. അതായത് ഈ സിനിമ കാണാം. കാര്യം ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു രീതിയിലും ഈ സിനിമ മറ്റേ മടുപ്പിക്കോ അല്ലെങ്കിൽ വല്ലാണ്ട് ആ ഒരു മൈൻഡ് സെറ്റിലല്ല നമ്മളവിടെ പോയിരിക്കുന്നത്. ഇപ്പൊ 3ാമത്തെ മിനിറ്റിൽ അടിപൊട്ടു എന്നുള്ള സെറ്റപ്പിലല്ല. അല്ല, ഞാൻ പറഞ്ഞ എന്നെ ഈ സിനിമ ഒരു രീതിയിലും മുഷിപ്പിക്കുന്നില്ല. എനിക്ക് ഈ സിനിമ ഇനിയും കാണാം. അതായത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിനൊരു ചെറിയ സന്തോഷം കിട്ടും. അതാണ് സംഭവം. അങ്ങനത്തെ ഒരു പടം, അത് കംഫർട്ട് മൂവി. അതായത് ഇപ്പം എന്നോട് ഇങ്ങനെ ലേബലായി ഈ പറയുന്നതില് കോമഡി പടം എന്ന ലേബൽ ഇടുന്നതിലേ ഉള്ളൂ എനിക്ക് കുറച്ച് ഇത്. പക്ഷെ ഒരു ഭയങ്കര കംഫർട്ടബിൾ സിനിമയാണ്. സിമിലർ പടമാണ് എനിക്ക് പ്രേമലുവിനകത്ത് ഇച്ചിരി കൂടെ ചിരിക്കാനുണ്ട്. ഈ റൊമാൻസ് എലമെന്റ് കുറച്ചുകൂടെ എന്താ പറയാ, വേറൊരു ഏജിന്റെ ആയതുകൊണ്ട് നമുക്ക് അത്ര റിലേറ്റഡ് റൊമാൻസ് അല്ല, കുറച്ചുകൂടെ കൊച്ചു പിള്ളേർ റൊമാൻസ് ആയതുകൊണ്ട്
അത് ജെൻസി ലവ് ഇത് കുറച്ചുകൂടെ തമാശയിലാണ് അത് പറഞ്ഞേക്കുന്നത്. ഇത് കുറച്ചുകൂടെ അവർ സീരിയസ് ആയിട്ടാണല്ലോ ഈ റൊമാൻസിനെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. വർക്കാവാതെ പോയൊരു എലമെന്റിന്റെ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഈ ഗിരീഷ് ഷെട്ടിയുടെ എല്ലാ പടത്തിലും കുറച്ച് ടോക്സിക് ടെൻഡൻസീസ് ഉള്ള ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് അവരെ വെച്ച് തമാശ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ മറ്റേ ആദി അല്ലെങ്കിൽ മറ്റേ സൂപ്പർ സെറ്റനിക്കകത്ത് മറ്റേ കോളേജിലുള്ള സീനിയർ, അങ്ങനെ എല്ലാ പടത്തിലും ഉണ്ട് അങ്ങനത്തെ ക്യാരക്ടർ. ആക്ച്വലി ആ ക്യാരക്ടർ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് നായികയോ ആരെങ്കിലും. അപ്പം അവിടത്തേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആ തമാശയ്ക്ക് ചിരിക്കാവുന്നതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ആ നായിക ഒന്ന് സ്റ്റേണായിട്ട് ഒന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണം. പക്ഷെ ഇവിടെ എന്താ എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ നമ്മുടെ ചേട്ടൻ ക്യാരക്ടർ അഭിനയിച്ച മറ്റേ സംഗീത് പ്രതാപ് പ്രേമിക്കുന്ന പെങ്കുച്ചിന്റെ ചേട്ടൻ, നമ്മുടെ ഇത് തന്നെ ശ്യാമ. അപ്പം ഇവരൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര അടുത്ത ബന്ധുക്കളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ നായികയുടെ മമിതയുടെ അമ്മാവൻ വിനയ് ഫോർട്ട്. അപ്പം ഇവരെയൊക്കെ വെച്ച് നർമ്മം ഉണ്ടാക്കാൻ അവിടെ ഇവിടെയൊക്കെ ശ്രമം നടത്തുന്നു. പക്ഷേ ഇവര് പടത്തിൽ ഇവരുടെ പ്ലേസ്മെന്റും ഞാൻ റീഡ് ചെയ്ത പടം ഭയങ്കര സീരിയസ് ആയതുകൊണ്ടും ആ ഏരിയാസിലെ നർമ്മം എനിക്ക് ഒട്ടും വർക്കായില്ല. അത് ഇതായിരിക്കും റീസൺ. എന്റെ മനസ്സിൽ ഇത് കുറച്ചധികം ചേട്ടന്റെ മനസ്സിൽ ഇത് കുറച്ചുകൂടെ നെഗറ്റീവ് ആയി പോയി. ഈ ക്യാരക്ടർ, ഈ ഹരി എന്ന ക്യാരക്ടറും ഈ പറയുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സും കുറച്ചധികം നെഗറ്റീവ് ആയതുകൊണ്ട് പിന്നെ ഇവരെ വെച്ച് നർമ്മം എനിക്ക് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റേ ആ ഒരു വലിയൊരു കാന്താര സെക്ഷൻ ഉണ്ട് ഹരിയുടെ, ആ സെക്ഷൻ എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അത് കുറച്ചധികം കാന്താര റെഫറൻസ് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് മനസ്സിലായി അതിന്റെ ഫണ്ണായിട്ടില്ല. ഫണ്ണായില്ല. അത് ആ ഫൺ എലമെന്റ് എനിക്ക് മനസ്സിലായി. ഇത് ഫൺ ആവേണ്ടതാണ്, പക്ഷെ എന്തോ സൈക്കോളജിയിൽ എനിക്ക് ഫണ്ണായില്ല. തിയേറ്ററിൽ ഒരുപാട് പേർക്ക് ഫണ്ണാണ്. അതെ, ഒരുപാട് കയ്യടിയും ചിരിയും വീണ. അപ്പൊ എന്റെ മനസ്സിൽ ഇത് ഈ ക്യാരക്ടറിനെ വെച്ച് ഇത് പോയപ്പോ എന്തോ എനിക്ക് പേഴ്സണലി വർക്കായില്ലത്. അപ്പൊ അത് കുറച്ചധികം എക്സ്റ്റൻഡഡ് സീനുമാണ്. അത് എൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് മറ്റേ കിണറിലൊക്കെ. അപ്പൊ അത് മൊത്തത്തിൽ ആ ഏരിയ വർക്കായില്ല. അപ്പൊ അവിടെ കുറച്ച് പടത്തിന്റെ മീറ്ററിൽ കുറച്ച് ലൗഡാണ് ആ സീക്വൻസ് മൊത്തം. ഞാനും അതേപോലെ കണ്ടോണ്ടിരുന്നപ്പം ഇത് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് അറിയണം. അതായത് ഇതിങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സൂപ്പർ നാച്ചുറൽ വന്ന് മറ്റേ ആദ്യം വന്ന് മറ്റേ പടക്കം എറിഞ്ഞ് പൊട്ടിക്കാൻ ഞാനതൊരു ഫൺ അടിപ്പരിപാടിയിലേക്ക് തീരുമെന്ന് വിചാരിച്ച്. ബട്ട് അവിടെ നിന്ന് വീണ്ടും പോവാം. അവിടെ നിന്ന് അത് വീണ്ടും എസ്കലേറ്റ് ചെയ്ത് ഇങ്ങനെ ഈ കാന്താര റെഫറൻസ് എലമെന്റ് വരുന്നു. പിന്നെ ഇത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് എന്താ ഇതൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇതിന്റെ എൻഡിങ് ഒരു എന്ത് ചെയ്യും, ഇത് എങ്ങോട്ടാ ലീഡ് ചെയ്യുന്ന നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ പോയി. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പടത്തിന്റെ റൊമാൻസ് എലമെന്റ് കുറച്ചധികം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അവിടെ ഭയങ്കര ഇമോഷണൽ, പടം വൈസ് അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിത് ഇവരുടെ ഈ കൂടെ നിൽക്കാം, ഇവർ രണ്ടും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു പോയിന്റ് ചെന്ന് നിൽക്കുകയാണ്. അപ്പം ഗിരീഷ് ഷെട്ടി പടങ്ങളിൽ അതും വളരെ ലൈറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെ അതിനുള്ള ശ്രമം എനിക്ക് വർക്കായതുകൊണ്ട് തന്നെ, പക്ഷെ ഞാനതിൽ ഡിസാറ്റിസ്ഫൈഡ് അല്ല. എനിക്കത് സീരിയസ് ആയിട്ട് പോയത് അതിൻ്റെ അടുത്ത സീനും ഒക്കെ വരുന്നതും ഞാൻ ഓക്കെയാണ്. ഈ സീക്വൻസ് വർക്കായിട്ട് ഇതിൻ്റെ ലെങ്ത് ആയതുകൊണ്ടാണ് എനിക്ക് വലിഞ്ഞത്. ആക്ച്വലി ഫണ്ണാക്കാനുള്ള ശ്രമങ്ങളാണ് എനിക്ക് വലിഞ്ഞത്. മറ്റേ സീനാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത്. മറ്റേ പിന്നെ ഇവർ പോയി കണ്ടുമുട്ടിയിട്ട് അങ്ങനെ എൻഡ് ചെയ്ത ആ സാധനമൊക്കെ അതൊന്നും എനിക്ക് വലിയ വിഷയമില്ലായിരുന്നു. അവിടെ ആയിരിക്കും ഇവര് തമ്മിൽ കണ്ടുമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ് ഇവര് തമ്മിൽ കണ്ടുമുട്ടിയിട്ട് വൺ ലാസ്റ്റ് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി ഇറങ്ങി വന്നിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകല്ലോ. അപ്പൊ അവിടെയൊക്കെ എനിക്ക് വലിഞ്ഞില്ല. ആ ഏരിയ ആയിരിക്കും കൂടുതൽ പേർക്കും. എവിടെയാണെന്ന് അല്ല വലിഞ്ഞത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി മുത്തശ്ശന്റെ ആ ഏരിയയിൽ എന്ന് പറഞ്ഞാല് മനസ്സിലായി തമാശയില്ല. ഈ കാണുന്ന സീനുകളെല്ലാം ഭയങ്കര പ്രെഡിക്റ്റബിൾ പ്ലസ് ഭയങ്കര ക്ലീഷേഡ് ആണ്. അതെ, ആ സീനുകൾ ഒന്നും തന്നെ ഈ വൺ ആഫ്റ്റർ അനദർ ടോക്സിക് ക്യാരക്ടേഴ്സ് വന്നോണ്ടിരിക്കും. അത് ഇവരുടെ തുടക്കം ഫസ്റ്റ് സീക്വൻസിൽ തന്നെ പറയുന്നുണ്ട്, മൂത്തർ എന്താ കാരണന്മാർക്ക് ഓരോ തീരുമാനം എടുത്താൽ മതി, അനുഭവിക്കുന്നത് ഞങ്ങളാണ്. അതാന്ന് തോന്നി ഈ പടത്തിന്റെ ക്രക്സ് പോലെ ഇങ്ങനെ എല്ലാ തീരുമാനങ്ങളും വേറെ ആളുകൾ എടുക്കുന്നു. എനിക്ക് പടം സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ വേറെ രീതിയിൽ ഈ പടത്തിനെ കാണാൻ സെറ്റ് ചെയ്ത്. അല്ലെങ്കിൽ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര മെലോങ്കോളിക് ഒരു ക്യാരക്ടറായിട്ട് മമിത എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. ക്ലാസ്സിൽ ചുമ്മാ ഇരിക്കുമല്ലോ, സങ്കടപ്പെട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കൂട്ടുകാരികളെ ഒന്നും പരിചയപ്പെടുത്താതെ തന്നെ എന്തോ ഞാൻ ഭയങ്കര മറ്റേ ആ സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഗിറ്റാർ കൊടുക്കുന്ന സംഭവമില്ല, അത് സാധാരണ പടത്തിൽ ഇപ്പോൾ തെലുങ്ക് പടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര കളർഫുള്ളും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ മൈൻഡ് പോലും ചെയ്യാത്തൊരു സീനാണ്. പക്ഷേ ഇവിടെ എന്തോ ഒരു ലൈഫുള്ള സീൻ പോലെ തോന്നി. അത് കഴിഞ്ഞ് ഇങ്ങനെ ബസ്സിൽ ഇരിക്കുമ്പോഴും ഗിറ്റാർ അങ്ങോട്ട് മാറി വെച്ചെന്ന് പറയുമ്പോൾ കരയുമ്പോൾ അതിനെന്തിനാ കരയുന്നതെന്ന് ചോദിച്ച് തുടങ്ങില്ല. അപ്പോൾ അത് ത്രൂ ഔട്ട് മമിത ഭയങ്കര എന്തിനോടായാലും ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ മറ്റേ ക്ലൈമാക്സിൽ
ലിയം പോളി അങ്ങനെ മൂവ് ഓൺ ആവത്തില്ല, ഓവർ അറ്റാച്ച്ഡ് ആയി പോയി എന്നുള്ള സെറ്റപ്പിൽ. അപ്പം മമിതയാണ് എനിക്ക് പേഴ്സണലി പടത്തിലെ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ. ഞാൻ ഈ പടം കണ്ട് തീർക്കാനുള്ള മെയിൻ, അങ്ങനല്ല, ഒരു എൻ്റെ മെയിൻ അറ്റാച്ച്മെൻറ്റ് മമിതയുടെ ക്യാരക്ടർ ബിൽഡിങ്ങും പരിപാടികളൊക്കെയാണ്. പടം കണ്ടു തീർക്കാനുള്ള മെയിൻ നമ്മളെ എന്നെ ഹുക്ക് ചെയ്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ, മമിതയുടെ ക്യാരക്ടർ വളരെ ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാത്തിനോടും അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ക്യാരക്ടറും, പുള്ളിക്കാരത്തി ജസ്റ്റിൻ ചേട്ടനെ കാണുന്ന രീതി, ആ അറ്റാച്ച് ചെയ്ത രീതി, ആ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ട്, പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ആക്ടിങ്, ഇതൊക്കെ പുള്ളിക്കാരത്തെ എക്സ്പ്രസ് ചെയ്ത് കോട്ടയംകാരിയായിട്ടല്ലേ, മുണ്ടക്കായൻ. അപ്പോൾ അതിനായിട്ട് പുള്ളിക്കാരത്തി വരുത്തിയ ചെറിയ ചെറിയ ചേഞ്ചസ്, പിന്നെ നെയ്മ്പോളിട്ട് അടുത്ത് കഴിയുമ്പോൾ ഉള്ളൊരു പെരുമാറ്റത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരത്തില്ലേ അതിനു മുമ്പ് കുറച്ച് ജസ്റ്റ് ചേട്ടാ അകന്ന്, പിന്നെ അടുത്ത് കഴിയുമ്പോഴത്തേക്കും കാറ് വെച്ച് കുറച്ച്, അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ പുള്ളിക്കാരത്തി ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് പറഞ്ഞൊക്കെ ഭയങ്കര ബിലീവബിളായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ആക്ട് ചെയ്ത് കണ്ടുള്ളത് ഇതിനകത്താണ്, നമ്മുടെ ഡ്യൂഡിനകത്താണ്. പുള്ളിക്കാരത്തിൻ്റെ പെർഫോമൻസ് ഒരു സ്റ്റാൻഡ് ഔട്ട് പരിപാടിയായിരുന്നു. ഇതിനകത്തും ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടി, ആ ട്രെയിലറിലുള്ള ഡയലോഗില്ല ഞാനിത് മറന്നേക്കാം എന്നുള്ള പരിപാടിയും, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസ്, ഇഷ്ടം പറയുന്ന, അങ്ങനെ കുറച്ചധികം നല്ല രസമുള്ള സീൻസ് ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഇതിൻ്റെ റൊമാൻറ്റിക് സൈഡിൻ്റെ ഫാനാണ് ഈ പടത്തിൻ്റെ. എനിക്ക് ലൈക്ക് രണ്ട് സൈഡും ഈ പറഞ്ഞ പോലെ വർക്കായി. ഫുള്ളി ഞാൻ ആസ്വദിച്ചു പടം. ഞാൻ പറഞ്ഞാൽ ഇതുപോലെ ഈ അവസാനം എത്തുന്ന ഒരു പോയിന്റ്, ക്ലൈമാക്സിന് കുറച്ച് പോയിന്റ്, ഈ കാന്താര പോർഷനൊക്കെ വരുന്നതിന് മുമ്പ്, അതേപോലെ ഇവിടുന്ന് മാറ്റി വീട്ടിലേക്ക് പോകുന്ന ആ കുറച്ച് ഏരിയയിൽ എനിക്ക് ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവരുടെ ബാക്ക് ടു കറുകുറ്റിയിലേക്ക് എത്തണം, കറുകുറ്റിയിലേക്ക് എത്തിയാലേ ബാക്കി രസമാകത്തുള്ളൂ എന്നുള്ള വെയിറ്റിംഗ് ആണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ബാക്ക് ടു കറുകുറ്റിയിലുള്ള ടീം അപ്പം കുറച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞ എല്ലാവരും സെന്റ് അടിച്ച് അങ്ങനെ ഒരു ലൈനിൽ പോകും. അപ്പൊ അതാണ് ആ ഏരിയയിൽ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് അതും അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഈ ഹരിയുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന വഴിക്കൊക്കെ പോകത്തില്ലേ അതിനു മുമ്പ് കുറച്ച് നേരമൊക്കെ. അല്ല, അതാ ഇവരിതെല്ലാം ഉപയോഗിക്കുന്ന, അതിനെല്ലാം ഇവർ പ്രസന്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു ഫണ്ട് വർക്കാവണം, അതിനുള്ള ശ്രമമാണ്. അവരത് എടുക്കുന്ന ഫണ്ട് വർക്കാവുന്നുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം നടന്നു. അത് ആ സീൻ കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകുന്നു. ആ സീനിനകത്ത് ഇവർക്കൊരു രസം ഉണ്ടാക്കണം. ഈ രസം എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം നിങ്ങൾക്ക് എൻജോയബിൾ ആവും. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ റിവ്യൂ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ 2 ഫ്രണ്ട്സിനെ, ഈ പടം കഴിഞ്ഞ് പോയ 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ സംഭവം, എടാ ഇത് ഇങ്ങനെ കേട്ട പരിപാടി വെച്ചു അത്രയൊന്നും ഇല്ല, നല്ല പടം എന്നുള്ള സംഭവമാണ്. അപ്പം ആ സംഭവമാണ്, അതായത് അവർക്ക് ഒരുപാട് പേര് ഈ പടം ഇങ്ങനെ ഒരു ഓണം തൂക്കി അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയായിട്ടൊക്കെ അതിപ്പോ എല്ലാത്തിനും ഒരു എക്സാജറേഷൻ ഉണ്ട്. നമ്മളിങ്ങനെ സാധാരണയായിട്ട് നല്ല പടം എന്ന് തമ്മിൽ എഴുതി ആരും ക്ലിക്ക് ചെയ്യത്തില്ല. കിടുക്കാച്ചി പടം എന്ന് എഴുതി കഴിഞ്ഞാൽ പറഞ്ഞ ക്ലിക്ക് ചെയ്യും. എന്താണ് കിടുക്കാച്ചി പടം എന്ന് അറിയാൻ. പക്ഷെ അതേപോലെ തന്നെ നേരെ തിരിച്ച് നമ്മൾ ഖലീഫയുടെ പടത്തിന്റെ റിവ്യൂവിന് കുറച്ചധികം നമ്മൾ കുറ്റപ്പെടുത്തി എന്ന വിമർശനം ഉണ്ട്. അതെ, അതായത് ഇപ്പം ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞതിന് ശേഷം കുറച്ച് പേര് ഇത്രയും പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് ശരിയാണ്, നമുക്ക് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. മോശം പടം, കൂറപ്പടമൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അതായത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും കുറ്റപ്പെടുത്തുവാണല്ലോ എന്ന് ഫീൽ ചെയ്യും. അതാ പറഞ്ഞത്, ഇതൊക്കെ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഡിസ്കഷൻ, അതായത് നമ്മളിങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന വേറൊരാളെ സംബന്ധിച്ച് ചുമ്മാ 2 മിനിറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ പറയാൻ തോന്നുമായിരിക്കും. നമുക്കൊക്കെ അങ്ങനെയാണ്. നമ്മളിങ്ങനെ നമ്മൾ ഈ 10 മിനിറ്റത്തെ 8 മിനിറ്റത്തെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ ആ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാനും പോകുന്നില്ല. അതെ, നമ്മളൊക്കെ ഈ 1 മണിക്കൂറിന്റെ ഇന്റർവ്യൂവും ഡയറക്ടറിന്റെ ഇന്റർവ്യൂ ആണ്, പിന്നെ നടന്റെ ഇതിന്റെ പിന്നണിയിൽ എന്തൊക്കെയൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളും നമ്മുടെ പരിപാടിക്കും ഈ ലിങ്ക് ഇടുന്നത്. ചിലർക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത്രയും ലെങ്ത് വീഡിയോ കാണേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. നമ്മുടെ ആവറേജ് വ്യൂ ടൈം 10-15 മിനിറ്റ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ആദ്യം നമ്മുടെ ഏതോ ഒരു പോയിന്റ് പോലെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്ന ആദ്യം തന്നെ ഒരു സംഭവം പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം അതായത് ആരോ കമന്റിൽ ഇട്ട അതായത് ആൾക്കാർക്ക് ആദ്യത്തെ 5 മിനിറ്റിലെ ഇതിന്റെ ഇത് കിട്ടണം. എന്താ നമുക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം എന്ന് പറയുന്ന ഒരു വാലിഡേഷൻ വേണം. അതിനാണ് റിവ്യൂ എന്തിനാ ആൾക്കാർ കാണുന്നത് വെച്ചാൽ ഇതാണ്. ഈ സിനിമ ഞാൻ 10 പേരുടെ വീഡിയോ അവർ കണ്ടാൽ ഒരു 7 പേര് ഓക്കെ പോയി കണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്കൊരു അതാണ്. ഓക്കെ 7 പേര് ഓക്കെ പറഞ്ഞു പോയി. ഇത് ഈ വീഡിയോ അതിനുള്ളതല്ല. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ, നിങ്ങൾ പടം കണ്ടിട്ട് വന്ന വീഡിയോ കണ്ടിട്ട് വന്നിട്ടാ ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ പറയുന്ന ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ചിലപ്പം തീരെ യോജിപ്പുണ്ടാകത്തില്ല. ഇത് ഇങ്ങനൊരു
ഡിബേറ്റ് ആയിട്ട് അത് ഞാൻ മറ്റേ ഇത് പറഞ്ഞില്ല, മമിതയെ പറ്റി പറഞ്ഞില്ല ഞാൻ. അത് വേണ്ട, താല്പര്യമില്ല. ആക്ച്വലി മമിത ബൈജു അഭിനയിക്കുന്ന മിക്ക പടത്തിലും ഈ സിനിമ കാണാനുള്ള എൻ്റെ ഫസ്റ്റ് ഇൻട്രസ്റ്റ് മമിത ബൈജുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇത് പോയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില പടങ്ങളിൽ പുള്ളിക്കാരി ചിലപ്പോൾ ഡിസപ്പോയിൻറ്റ് ചെയ്യും, ചില പടങ്ങളിൽ പുള്ളിക്കാരി ഓക്കെ ആയിരിക്കും. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഈ സിനിമയുടെ ഇപ്പം ഞാൻ നിവിൻ പോളിയെ ഒരു പോയിന്റ് നിവിൻ പോളിയെ ഞാൻ മറന്നുപോയി. അതായത് നിവിൻ പോളി എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, പുള്ളിക്ക് ഇത് കേക്ക് വെക്കാം. അതായത് പുള്ളി ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ നമ്മൾ പറയില്ല പുള്ളിയുടെ കംഫർട്ട് സോൺ ആണ് എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്ന സംഭവം. നിവിൻ പോളി മറ്റേ പരീക്ഷണങ്ങളൊന്നും ചെയ്യേണ്ട, അത് ചെയ്താൽ മതി. 2 പടം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പറയും നിവിൻ പോളി സ്ഥിരം പരിപാടിയാണ്. ഇതാ പ്രശ്നം, ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഇതിന് മാറ്റി ചെയ്യുന്നത് മോശമാകുന്നുണ്ട്. മാറ്റി നല്ല സാധനം തന്നെ ചെയ്യണം. അത് ഇവിടെ പോയി ഫിറ്റിൻ ആവുമെന്നുള്ളതാണ്. അതായത് ഇതിന്റെ മാറ്റി പോയിട്ട് മലയാളി ഫ്രം ഇന്ത്യ ഒക്കെ ചെയ്ത പണിവാളും. അപ്പൊ ഇത് നിവിൻ പോളിയെ സംബന്ധിച്ച് എടുക്കുവാണെങ്കിൽ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് നമ്മള് നിവിൻ പോളി ഈ ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്ന പോലെ ഇതിലെ പുള്ളി ഏറ്റവും സിമ്പിൾ ആയിട്ട് സർവമായാലും വളരെ സിമിലർ കേക്ക് വെക്കാം. ഇതിന് നിവിൻ പോളി വിളിച്ച നിവിൻ പോളിയുടെ കാര്യം നമ്മൾ പിന്നെ പുള്ളിയെ ചിന്തിക്കണം. കാര്യം പുള്ളിയുടെ ഭാഗം വൃത്തിയായിട്ട് ചെയ്തിട്ട് പുള്ളി പോകും. അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മമിതയുടെ കേസിൽ ഇപ്പൊ കഴിഞ്ഞ പടത്തിന് എനിക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരി ആക്ച്വലി വളരെ കഴിവുള്ള ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരത്തെ കരിയർ വെച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റത് വലിയ പടമാണ്. ബട്ട് നമ്മള് ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, എന്നാലും വർക്ക് ആവുന്നില്ല. പക്ഷെ സിമിലർ, അതായത് മമിത ബച്ചന് പ്രായമുള്ളവരോട് ഇഷ്ടം. അതാണ് രണ്ട് പടത്തിലും സിമിലർ ഐഡിയ തന്നെ. അതേപോലെ 2 പടത്തിൽ ഒരു പോയിന്റിന് ശേഷം പുള്ളിക്കാരത്തി പുറത്ത് പഠിക്കാൻ പോകും. അതിന് അമേരിക്കയിൽ പോകും, ഇതിനകത്ത് അയർലൻഡിൽ പോകും. 2 പടത്തിൽ ഈ പ്രായം കാരണം നായകന്റെ ഭാഗത്തുനിന്നൊരു ചെറിയ നായകന് ഇഷ്ടമാണ്, പക്ഷെ നോ പറയും, പറയാൻ ബുദ്ധിമുട്ട്. രണ്ടിലും കുടുംബക്കാർക്ക് ഈ പറയുന്ന പോലെ നായകന്റെ കുഞ്ഞിക്കാലല്ലോ നായകന്റെ വാരിസ് വേണം. അതെ വീട്ടുകാരുടെ പ്രശ്നം. അപ്പം ഈ സിമിലർ എലമെന്റ്സ് ഈ 2 പടത്തിലുണ്ടെങ്കിലും 2 പടവും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ഇത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ജസ്റ്റിൻ ചേട്ടൻ കെയറിങ് വേണമെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാൻ തൽക്കാലം. പുള്ളിക്കാരത്തിന്റെ വീടെടുക്കുകയാണെങ്കിൽ അച്ഛൻ വെള്ളവടി അങ്ങനെ, അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി മറ്റേ ഗോവ ട്രിപ്പിന് ഭയങ്കരമായിട്ട് ഇതിനെ എതിർക്കുന്നൊക്കെ. അപ്പം പുള്ളിക്കാരത്തേക്ക് എവിടുന്ന് പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നു എന്നൊരു ഫാക്ടർ കിട്ടുന്നില്ല. അച്ഛനും കണക്കാ, അമ്മയും കണക്കാ, അമ്മാവനും കണക്കാ. അമ്മാവന് ഏതെങ്കിലും പോയിന്റ് അച്ഛൻ ശരിയല്ലാത്തതുകൊണ്ട് വന്ന് അറ്റാച്ച് ആയി പോയ ക്യാരക്ടർ ആയിരിക്കും. അപ്പം പുള്ളിക്കാരൻ നോക്കുമ്പോഴത്തേക്കും ഏകദേശം അതേപോലെ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു എൽഡർലി ഫിഗർ ഭയങ്കര അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് തോന്നാമല്ലോ ആ ക്യാരക്ടറിന്. അപ്പം ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. മറ്റേനകത്ത് യു ആർ മൈ റെസ്പോൺസിബിലിറ്റി എന്ന് ഡയലോഗിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം ഈ 2 പടവും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഇമോഷൻസും ഓഡിയൻസിനെ ഫീൽ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന പരിപാടികളൊക്കെ സിമിലർ ആണെങ്കിൽ 2 രീതി ഹാൻഡിൽ ചെയ്തേക്കും. 2 മമിത ബൈജു ഉണ്ട്. 2 2 ആഴ്ച വ്യത്യാസത്തിലാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ ആ കമ്പാരിസൺ അറിയാതെ എടുക്കുന്നതാണ്. അതായത് ആ സിനിമ കാണാനുള്ള എൻ്റെ ഒരേ ഒരു പ്രചോദനം മമിത ബൈജു ആയിരുന്നു. ഈ സിനിമ കാണാനുള്ള ഒരേ ഒരു പ്രചോദനം മമിത ബൈജു ആയിരുന്നു. പക്ഷേ ഈ സിനിമയിൽ മമിത ബൈജുവിനൊപ്പം തന്നെ എനിക്ക് മറ്റു പല കാര്യങ്ങളും മറ്റു പലരുടെയും ഇതും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അത് ഞാൻ പറഞ്ഞു, എനിക്ക് രസം എന്ന് ഞാൻ ഒരുപാട് തവണ പറയുന്നത് വെച്ചാൽ അതായത് ഈ സിനിമ കാണാൻ പോയപ്പം തുടങ്ങിയ ആദ്യത്തെ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ മനസ്സിലായി ഇതാണ് ഈ പരിപാടി. ഇതിനകത്തുനിന്ന് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഗിരീഷ് ഷേഡി സിനിമകളുടെ ഒരു വലിയ ആരാധകനാണോ എന്നോട് ചോദിച്ചാൽ അല്ല. പക്ഷേ ഞാൻ ഈ പുള്ളിയുടെ പടങ്ങളെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറാണ്. പക്ഷേ ഞാനൊരിക്കലും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. ഞാൻ ഈ പുള്ളിയുടെ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ ആ സിനിമയും ഫസ്റ്റ് ഡേ പക്ഷേ തിയേറ്ററിൽ പോയി കാണും, നല്ല പടമാണ്, അതും ആസ്വദിക്കും. പക്ഷേ ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഭയങ്കര ഫാൻ ബോയ് അല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല. എനിക്ക് അറിയാം ഇതായിരിക്കും പുള്ളിയുടെ പരിപാടി, അത് കിട്ടിയാൽ മതി. അതേ സത്യനന്ദിക്കാട് സിനിമകൾ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം സത്യനന്ദിക്കാട് സിനിമ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതിൽ പോയിരിക്കും, അതിനകത്ത് എന്തൊക്കെ ആവശ്യം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവങ്ങൾ നടക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത് പുള്ളിയുടെ പടമായിട്ട് ചിലപ്പോൾ തോന്നുന്നില്ലല്ലോ എന്ന് നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ തോന്നാറുണ്ട്. അതുപോലെ എനിക്ക് ആക്ച്വലി ഞാൻ പേഴ്സണലി ഗിരീഷ് ഷേഡി ഫാൻ ബോയ് എന്ന് വിളിക്കാവുന്ന ഒരു സംഭവം. പുള്ളിയുടെ അടുത്ത അവിടെ എനിക്ക് എക്സൈറ്റിംഗ് ആണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇതിൻ്റെ സ്ട്രക്ചർ, അതായത് പുള്ളി ഇത് എഴുതി കൊടുത്തിരുന്നു. നമ്മളിങ്ങനെ ആക്ഷൻ പടവും നമ്മൾ ഈ പറയുന്ന ഖലീഫ എന്ന് പറയുന്നൊരു പടത്തിന് സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിങ്ങനെ എഴുതി വെക്കാം, ഇതിങ്ങനത്തെ പരിപാടി ആയിരിക്കാം എന്നുള്ളൊരു ഐഡിയ. ഞാൻ പറയുന്നത് അതുപോലെ നമുക്ക് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ ഒരു പരിപാടി മനസ്സിലാവും.
ഈ 2.5 മണിക്കൂർ ഒരു ആക്ഷൻ പടത്തിൽ സസ്റ്റെയിൻ ചെയ്യിക്കാനുള്ള എന്തൊക്കെ എലമെന്റ്സ് വരും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാകും. പക്ഷേ ഈ ഗിരീഷ് ഷെഡി പടത്തിന്റെ ഈ 1 ലൈൻ എടുത്ത് 2.5 മണിക്കൂർ പുള്ളി ഈ 1 ലൈൻ കൊണ്ട് നമ്മളൊരു പ്രൊഡ്യൂസർ എടുത്ത് ഈ ഫുൾ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ വേറൊരു പ്രൊഡ്യൂസർ എടുത്തിട്ട് ഞാൻ ഈ കഥ പറയാൻ നരട്ടിയാണെങ്കിൽ എന്നെ അവരെ അവിടെ നിന്ന് വെച്ചിട്ട് പൊക്കോ എന്ന് പറയും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ ചെയ്യാൻ ഇങ്ങനെ ഒരാള് അത് പ്രൂവ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ സംഭവിക്കുന്നത്. അപ്പൊ ആ സ്കില്ല് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. അതൊരു ഈ ഡയറക്ടറുടെ ഡയറക്ടറെ വിശ്വസിക്കും. ഖലീഫ കാണുമ്പോഴേക്കും നമുക്ക് വൈശാഖിന്റെ വേറെ കുറെ പടങ്ങളിൽ ഇത് വൈശാഖിന് മാത്രം പറ്റുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ ഇത് ആ പുള്ളിയുടെ സോണാണ്. പക്ഷെ അങ്ങനെ ഒരു കയ്യൊപ്പ് ഇല്ലാത്ത ടൈപ്പ് പടമാണ് ഖലീഫ. ഇപ്പൊ ഇതെടുക്കുവാണെങ്കിലത്തേക്കും ഗിരീഷ് ഷെഡി ഇന്ന് വേറൊരു ഡയറക്ടറിന് ഈ ടൈപ്പ് ഒരു പടം മലയാളത്തിൽ ഈ ടൈപ്പ് പടം ചെയ്യാൻ ഇപ്പൊ അഖിൽ സത്യ ഇച്ചിരി വേറിട്ട സോണാണെങ്കിലും ഇപ്പൊ കുറച്ച് അവർ ആക്ച്വലി ആ സത്യനന്ദിക്കാടിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്. കുറെ കൂടെ പുതിയ കഥകൾ എടുത്ത് ചെയ്യുന്നത്, പുതിയ കഥകൾ പുതിയ ആൾക്കാരുടെ എന്തൊക്കെ അവർക്ക് വർക്കാവുന്ന ഇപ്പം പോകുന്ന ഒരു അത്യാവശ്യം ബാലൻസ്ഡ് മിക്സ് ആണ്. പഴയ എലമെന്റ്സ് ഉണ്ട്, പുതിയ എലമെന്റ്സ് ഉണ്ട്. അതായത് അവര് മെയിൻ ചെയ്യുന്ന ആ ഓഡിയൻസ് എന്ന് പറയുന്നത് സത്യനന്ദിക്കാണ്ട് ഓഡിയൻസിനെ തന്നെയാണ്. അതെ, ഇത് കുറച്ചുകൂടെ എനിക്കൊന്ന് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. പല ക്യാരക്ടേഴ്സും പല സിറ്റുവേഷൻസും ഇതിനകത്ത്. ഇപ്പം നിവിൻപോളിയുടെ സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര വർക്കായൊരു സീനാണ്. തുടക്കം തൊട്ട് പുള്ളിയെ ഒരു വളരെ സൈലൻ്റ് ആയിട്ട് നന്നായിട്ട് കാർ ഓടിക്കുന്ന ഒരാളെ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അനിയൻ ഇവർ തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും വണ്ടി ഒരു പോയിന്റ് ആയിട്ട് വണ്ടി നിർത്തിയിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിരുന്നിട്ട് സങ്കടപ്പെടില്ല. അപ്പോൾ അപ്പോഴും ശരിക്കും നമ്മളിങ്ങനെ പ്രത്യേകിച്ചോ അതിനകത്ത് ഡയലോഗോ ഒരു ലീഡോ ഒന്നുമില്ല ആ സീനിലേക്ക്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്തില്ലേ. അങ്ങനെയുള്ള കുറച്ച് രസകരമായ ഇമോഷണൽ മൊമെൻറ്റ്സ് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് കണ്ടപ്പോൾ അതായിരിക്കും ഇപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് നിവിൻപോളി സ്ക്രീനിൽ ചിരിച്ചാൽ. ഇപ്പോൾ ഈ ലാലേട്ടന് ശേഷം ആ ലൈനിൽ ഒരുപാട് പേരിങ്ങനെ ചില സിനിമകളിൽ ചില ആക്ഷൻസും ചില ഇതും കാണിക്കുമ്പോഴത്തേക്കും പറയും ഇത് അടുത്ത ലാലേട്ടൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പുൾ ഓഫ് ചെയ്യുന്ന ഒരു ആക്ടർ, അതായത് ഈ ടൈപ്പ് ഓഫ് പടം, അതായത് പുള്ളിയുടെ കംഫർട്ട് സോണിൽ പുള്ളി എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയും ക്രൗഡ് പുള്ളറല്ല പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ സങ്കടപ്പെടുമ്പോൾ ഒരു നമുക്ക് അങ്ങനെ അതിന് ഒരുപാട് റൈറ്റിങ്ങിന്റെ ഇല്ലാതെ അത് തന്നെയാണ് ഇവരെ പുള്ളിയെ പറ്റി പറയുന്നത്. അതായത് മോഹൻലാൽ ഇത്രയും പടങ്ങൾ പരാജയപ്പെട്ട് അടുത്തൊരു പടം ചെയ്യുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നിവിൻപോളി ഇപ്പൊ എത്ര ഫെയിലിയർ വന്നാലും ഒരു പുള്ളിയുടെ കംഫർട്ട് സോണിൽ ഒരു നല്ല പടം ചെയ്യുമ്പോൾ ഇതേ സംഭവം എല്ലാം തിരിച്ചു വരും. കാരണം അതാണ് ഈ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ ഇവരുടെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ പകുതി ജസ്റ്റിൻ ചേട്ടനും പകുതി നിവിൻപോളി അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു അറ്റാച്ച്മെന്റ് ഈസിലി നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ആ ക്യാരക്ടറിനോട്. ഒരുപാട് റൈറ്റ് ചെയ്ത് ജസ്റ്റിൻ ചേട്ടൻ ഇങ്ങനെയാണ്, ജസ്റ്റിൻ ചേട്ടൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് റൈറ്റ് ചെയ്യേണ്ട. അപ്പം ആ ലൈനിൽ ഈ മെയിനായിട്ട് ഇവർ രണ്ടുപേരും കാരണമാണ് ഈ പടത്തിന്റെ സ്ട്രെങ്ത്. പിന്നെ ഗിരീഷ് ഷെഡി കുറച്ച് എലമെന്റ്സ് ഉള്ളു. വിഷ്ണു വിജയുടെ മ്യൂസിക് അത് പാട്ട് ആദ്യം കേട്ടപ്പോൾ എത്ര സുഖം തോന്നില്ല. പക്ഷെ പടത്തിൽ നല്ല രസമാണ്, നല്ല രീതിയിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പറയാൻ നല്ല സാധനം. പുള്ളിക്ക് ഫ്ലൂട്ട് ഒരുപാട് യൂസ് ചെയ്യും. മറ്റേ പ്രേമലൂലുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ വർക്കായിട്ട് തോന്നി. ഇതിനകത്ത് അത് കുറച്ച് രസമാണ്. ഇതിന്റെ ആ മൂഡ്, ഒരു മെയിൻ തീം മ്യൂസിക് ഉണ്ട് ഈ ഫ്ലൂട്ടിൽ, അത് ഭയങ്കര രസമാണ് അതൊക്കെ കേൾക്കാൻ. പിന്നെ ക്യാമറയും അജ്മൽ സാബു നല്ല വർക്ക്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പുറം ഇപ്പുറമുള്ള വീടുകളും അതിന്റെ കുറച്ചധികം ആംഗിൾസും ഒക്കെ ഉണ്ട് ആ ജനലിലേക്കുള്ള പരിപാടി. പിന്നെ ആ ട്രെയിലറിലുള്ള മമിത കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്, ഒരു ജനലും അതിന്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ രസകരമായ എലമെന്റ്സ്. ആരുടെയോ ഒരു പോസ്റ്റ് അജിത്ത് അയച്ചു തന്നത് പടം കഴിയുമ്പോൾ എനിക്ക് ജസ്റ്റ് ചേട്ടനെ പോലും ചേട്ടനെ പ്രേമിക്കണോ തോന്നിയത്. ഇത് പടം കണ്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷ തോന്നി. പടം കണ്ടു തീർന്നപ്പം ഇതുപോലത്തെ കഥകൾ ഇനിയും പറയണം അല്ലേ. ഇനിയിപ്പോൾ തിരിച്ചുള്ള സാധനമായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞാൽ ഈ ഏജ് ഗ്യാപ്പ് പരിപാടി കുറച്ചധികം വരുന്നുണ്ട്. ഹിന്ദിക്കാരും ആയിരിക്കും നമ്മൾ എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല ഇതെടുത്ത് റീമേക്ക് ചെയ്താലോ. ഭാബിയെ പ്രേമിക്കുന്ന ദേവർ അങ്ങനെ സൈറ്റാക്കി ആയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ എന്താ നമ്മൾ പറഞ്ഞ സംഭവം. അതായത് നമ്മളിവിടെ ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വുമണും യങ്ങറായിട്ടുള്ള ഒരു ആളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതെ ആ റിലേഷൻഷിപ്പിന്റെ സംഭവത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ക്രിസ്റ്റി പടത്തിനെ പറ്റി കൊക്ക് പറഞ്ഞ തമിഴിൽ വെച്ചൊരു പേരുണ്ട്, എന്നെ മലം കെട്ട് ചേച്ചിപ്പടം അങ്ങനെ എന്താ. അപ്പൊ അതിനെ ആ സെൻസിലാണ് കാണുന്നത്. അപ്പൊ അതല്ലാതെ ഇതൊരു റൊമാൻറ്റിക് ആയിട്ട് ഇത് അവതരിപ്പിക്കുക. ആക്ച്വലി നമ്മുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നു ചേട്ടാ, മറ്റേ ആമി എന്ന് പറഞ്ഞൊരു ആമീസ് എന്ന് പറഞ്ഞൊരു അസാമീസ് പടം കണ്ടിരുന്നത് ആമിസ്. അപ്പൊ ആ പടത്തിൽ ആക്ച്വലി ഈ സംഭവമാണ് ഈ വുമൺ ആക്ച്വലി കുറച്ച്
ഏജ്ഡാണ്, ഈ പയ്യൻ ഭയങ്കര യങ്ങറാണ്. പക്ഷെ അവരുടെ ഈ ലവ് സ്റ്റോറി ആ എലമെന്റ് വേറെയാണ്. മറ്റേ പ്രിയ ചേച്ചി ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. അതെ, പ്രിയങ്ക ചോപ്ര ചേച്ചി. ഓ അവരും നല്ല ഏജ് ഗ്യാപ്പില്ല, എന്തോ 10 വയസ്സല്ലേ. ബാൻഡിന്റെ പരിപാടി അതല്ലേ ഇവരുടെ ആദ്യത്തെ പുള്ളിക്കാരത്തേക്ക് ഒരു ഇഷ്ടം തോന്നുന്ന സീൻ, ആ കണക്ട് ആവുന്ന സംഭവം. റൂം 70. അതായത് ഇത് മീറ്റ് ക്യൂട്ട്, എല്ലാ റോം കോമിനും ഒരു മീറ്റ് ക്യൂട്ട് ഉണ്ടാകും. ആ സംഭവം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നത് മ്യൂസിക് വെച്ചിട്ടാണ് രണ്ടുപേരും, ഒരാൾ ഗിറ്റാർ വായിക്കും, ഒരാൾ മറ്റേ കാസറ്റ് MP3 റൂം 17 തമ്മിലുള്ള പ്രണയമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ എന്നൊക്കെ പറയാവുന്ന സംഭവം. ചുമ്മാ ഇങ്ങനെ രണ്ടുപേര് കണ്ടുമുട്ടുന്നു എന്നുള്ളതല്ലാതെ ജസ്റ്റിൻ ചേട്ടൻ ഇതൊന്നും അറിയുന്ന പോലും ഇല്ലായിരുന്നു. എനിക്ക് മറ്റേ ആ പുള്ളിക്കാരത്തി ഫസ്റ്റ് പടം കാണുന്ന മൂവി ടിക്കറ്റ് സേവ് ചെയ്ത് വെക്കത്തില്ലേ, ആ സംഭവമൊക്കെ ആക്ച്വലി നമ്മളതൊക്കെ ഈ തമിഴ് പടത്തിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ അതൊക്കെ എണ്ണി എടുത്തു പറഞ്ഞു ഈ പഴയ എലമെന്റ്സ് ഒക്കെ. അതായത് അതെനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് അതെ മറ്റേ പൊട്ടിന്റെ ഹൃദയപൂർവ്വം. പക്ഷെ അത് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് ഹാൻഡിൽ എന്തോ നമ്മളിങ്ങനെ ഒരുപാട് അതിനകത്ത് നിന്ന് പിന്നെ റീകോൾ ചെയ്ത് ഈ സാധനം എടുത്ത് കാണും, അങ്ങനത്തെ പുള്ളിക്കാർക്ക് നേരത്തെ തൊട്ട് ഇങ്ങനെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും. പുള്ളിക്കാർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. ആ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. അതിങ്ങനെ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോയാൽ മതി. നമ്മളെ വിളിച്ച് കാണിക്കുമ്പോഴാണ്. അതെ, നിങ്ങൾ നോക്കൂ, അവിടെ ചെന്ന് ആ മുറിയിലിരിക്കുന്ന ആ പാക്കറ്റിലെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു പൊട്ട് കാണാം എന്ന് പറയുമ്പോൾ ആ സാധനമൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമുക്കിത്, അതായത് ഇതിനെല്ലാം റൊമാൻസൈസ് ചെയ്ത് മറ്റേ അതിനപ്പുറത്തേക്ക് ഇത് ഭയങ്കര കാഷ്വൽ ആയിട്ടൊരു സംഭവമാണെന്നുള്ള ലൈനിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാതെ അല്ലേ, അങ്ങനെ ഒരുപാട് ഷോർട്സ് വെച്ച് അതിനെ ബിൽഡൊന്നും ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട്. വേറൊരാൾ ചോദിക്കുന്നില്ല എന്താ മകൾക്ക് എന്തോ ഒരു പെട്ടി ഉണ്ടല്ലോ അതിനകത്ത്, അത് ഇവൾ പഴയ കാര്യങ്ങളൊക്കെ. അത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഈ അമ്മ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ സാധനം എടുത്ത് കഴിയുമ്പോൾ ഈ കൂട്ടത്തിൽ ഇത് വീണ് ഇതിനകത്തുനിന്ന് ടിക്കറ്റൊക്കെ തണുപ്പ്, ഇങ്ങനെയൊക്കെ സീനുകൾ വെക്കാറുണ്ട് പല പടങ്ങളിലും. എന്നിട്ട് അവള് ഇതെല്ലാം കൂടെ ചെന്ന് സങ്കടത്തോടെ വാരിയെടുത്ത് ഇങ്ങനെ നിന്ന് കരഞ്ഞ് കണ്ണീര് അതിന്റെ പുറത്ത് വീണ്, ഇതൊക്കെയാണ് യൂഷ്വലി പടങ്ങളിൽ കാണാറുള്ളത്. ഗിരീഷേടി ഇതെല്ലാം കട്ട് അതേ സംഭവം ചെയ്തു, ബട്ട് ഒരു മോഡേൺ ഓഡിയൻസിന് ദഹിക്കുന്ന രീതി. നമ്മളത് ഇപ്പൊ ഒരുപാട് പേര് അതിനെ പറ്റി അധികം സംസാരിക്കത്തില്ലായിരിക്കും അല്ലേ, ഇപ്പൊ സംസാരിക്കത്തില്ല. ഇപ്പൊ OTT-ലൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഹ്യൂമറും മറ്റ് എലമെന്റ്സ് എത്രത്തോളം വർക്ക് ആവുന്നതനുസരിച്ച് ഇതൊക്കെയുള്ള പടം എങ്ങനെയാണ് ഇത്ര ഗംഭീര പടം പറഞ്ഞെന്നുള്ളൊരു ലൈൻ ഓഫ് ടോക്ക്. ഒരുപാട് പഴയ തമാശ ഉണ്ട്, അതായത് നമ്മൾ കേട്ട കുറെ പഴയ തമാശകൾ ഈ സിനിമയിലുണ്ട്. ബട്ട് അത് പലതും തിയേറ്ററിലെ ഈ ഓഡിയൻസിനെ കൂടി ഇരുന്നുകൊണ്ട് ഞാനത് കുറച്ചാണ് എൻജോയ് ചെയ്ത്. ചില സാധനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല ഇത് പോരാ, ഇത് എനിക്ക് എല്ലാവരുടെയും ഇപ്പൊ ഗ്ലിക്സന്റെ ആണെങ്കിലും സുരേഷ് കൃഷ്ണൻ എല്ലാ ക്യാരക്ടേഴ്സിനും എന്തോ മറ്റേ ഇവന്റെ ഒക്കെ പടം ഇറങ്ങിയത് ഞാൻ തന്നെ അത് അടിച്ചോടിച്ച് അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ. ഇത് കോളേജാണ്. എനിക്ക് തോന്നിയൊരു സംഭവം, ഈ കോളേജ് സെറ്റ് ചെയ്യുമല്ലോ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഇതെടുക്കുവാണെങ്കിൽ ഇപ്പം ഇന്നത്തെ കോളേജുകളിൽ നടക്കുന്ന പരിപാടികൾ ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട്, അതുമായിട്ട് ഒരുപാട് വേറിട്ട് നിൽക്കുന്ന പരിപാടിയാണ് ഗിരീഷേടി ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. ഈ നാടകം പരിപാടിയൊക്കെ ഉള്ളത് ഇന്നത്തെ കോളേജിൽ പോയി അവരുടെ പരിപാടി അതിൻ്റെ സെറ്റിംഗ് ഒക്കെ കാണുമ്പം ഇപ്പോൾ ജെൻസി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന മൊത്തത്തിൽ ഭയങ്കര വേറൊരു കളറാണ്. അപ്പോൾ ആ കളറിലേക്ക് ഗിരീഷേടി സിനിമകളുടെ കോളേജുകൾ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കോളേജ് എവിടെയെങ്കിലും കാണും. ഇവർ കറുകുറ്റി പോലൊരു ചെറിയ ടൗണൊക്കെ ആയിരിക്കും ഇവർ, അറിയില്ല. ബട്ട് നമ്മൾ ഇപ്പോൾ കുറച്ചധികം കോളേജുകൾ ഇങ്ങനെ പരിപാടികളൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും വേറെ സെറ്റിംഗാണ് മൊത്തത്തിൽ. ആ സെറ്റിംഗ് അധികം സിനിമയിൽ കാണുന്ന കോളേജ് അല്ല, കാണുന്ന കോളേജിന് ഇപ്പോഴും ഒരുപാട് പുരോഗതി ഉണ്ടാവും. അങ്ങനത്തെ കോളേജുകൾ ഉണ്ടെന്ന് തോന്നുന്നു. സിനിമയിൽ കാണുന്ന തമിഴ് സിനിമയിൽ കാണുന്ന കോളേജുകൾ കൂടുതലും കാണുന്ന ഈ ഓണാഘോഷ പരിപാടി സമയത്ത്, അപ്പോഴാണ് ഈ വൈബ് വരുന്നത്. ബാക്കി എല്ലാ സമയവും നമ്മൾ കോളേജ് എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കോളേജ് ചെല്ലുമ്പോഴും ഞാൻ പഠിച്ച കോളേജിലൊക്കെ ഇതൊക്കെ വേറെ വൈബാണ്. ഞാൻ പഠിച്ച കോളേജിൽ ഈ പരിപാടി ആളുകളും വരുമ്പോൾ ഞാൻ മുങ്ങും. എനിക്കെന്നാ അവധി ദിവസമാണ്, അതെ, വീട്ടിലിരിക്കാം. അവർ വൈബാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വൈബാണ്. പിന്നെ ഒരു സാമ്യം എനിക്ക് തോന്നിയത്, 2 പടവും തുടങ്ങുന്നത് ഇൻഫ്ലൈറ്റ് അനൗൺസ്മെന്റിലാണ്. ഖലീഫയും ബദ്ലഹയും കുടുംബ യൂണിറ്റും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താങ്ക്സ് കാർഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലൈറ്റിനകത്ത് ചെറിയ അനൗൺസ്മെന്റ്. ഞാൻ കേട്ടേ ഇവര് തമ്മിൽ കൈ കൊടുത്ത് നമുക്ക് 2 പേർക്ക് ഇതിൽ തുടങ്ങാം. അതെ, അത് ഞാനല്ല, ഞാൻ എന്താണ്, അത് ഭയങ്കര കോയിൻസിഡൻസ്, രസകരമായ കോയിൻസിഡൻസ്. ഇനി അയാം ഗെയിം വന്ന് അതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഇതാൽ ഓണം തൂക്കാം. ആക്ച്വലി ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഭാവന സ്റ്റുഡിയോസിലാണ്. നിങ്ങൾ ഈ സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വിറ്റ് കളയാതിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്താണ് കീടാണോ? അങ്ങനെ കീടാണ്. അതായത് മനസ്സിലാവും നിങ്ങൾക്ക് നല്ലൊരു തുക കിട്ടും ഇതിനകത്ത്, നമുക്കറിയാം. ബത്ലഹേം കീടാണോ ഞാൻ ഇറങ്ങിയ. അതെ, അതെ, അതാ പറഞ്ഞത്. ഇത്
ഇത് റീമേക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർ കുളവാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ്. സംഭവം എന്ന് വെച്ചാൽ അവർക്ക് അതായത് ഇത് റീമേക്ക് ചെയ്യാനുള്ള കഥയല്ല, ഇതിന്റെ മൂഡാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതായത് അതെ ഇതൊന്നും ഈ കഥയിലല്ലല്ലോ ഇത് നിൽക്കുന്നത്. ഇതേപോലെ എടുത്ത ഒരു ആക്ടറെ വെച്ച് അവിടെ റീപ്ലേസ് ചെയ്ത ഒരു പ്രേമലു തന്നെ എനിക്ക് ഏതൊക്കെയോ ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടോന്നല്ലേ? വേറെ ഏത് ഭാഷയിൽ ഒരു പ്രേമലു ഇല്ലേ? തെലുങ്കിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. പ്രേമലു ആകെ ഫസ്റ്റ് വരുന്നത് ഇവിടെ നമ്മള് ഡബ് ചെയ്തേക്കുമല്ല. ഇപ്പൊ ബദ്രഹേമൻ തെലുങ്കിൽ ഡബ് ചെയ്തിട്ടുണ്ട്. കാരണം ബാംഗ്ലൂർ ഡേയ്സ് സോറി ഞാൻ എന്റെ മനസ്സിൽ ഏതോ ഒരു സാധനം റീമേക്ക് ചെയ്ത് കൊളവാക്കിയല്ലോ. അതെ നമുക്ക് ഇവിടെ ഈ റീമേക്ക് റൈറ്റ്സിന് കാര്യം ശരിയാണ്, പ്രൊഡക്ഷൻ കമ്പനിയാണ്, നിങ്ങൾക്ക് പൈസ കിട്ടും. ഇപ്പൊ പറയും നീയൊക്കെ പറയുന്നത് നീ കൊടുക്കണ പൈസ അല്ലേ, നിങ്ങൾ ആ പൈസ ഞങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് 25 കോടി എക്സ്ട്രാ കിട്ടിയാൽ എന്താ പുളിക്കുന്നല്ലേ? റീമേക്ക് റൈറ്റ്സ് അത് നിങ്ങളുടെ തീരുമാനം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബദ്രഹേം കീടാടവും കാണേണ്ടി വരുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ ഇതിന്റെ സച്ചിൻ എന്ന് പറഞ്ഞ സിനിമ, തമിഴ് സിനിമയുടെ ഡയറക്ടറുണ്ട്. പുള്ളി ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതുപോലെ റിവ്യൂസ് ഇടും പടത്തിന്റെ. പുള്ളി ഇപ്പൊ സിനിമകളൊന്നും ചെയ്യുന്നില്ല, പുള്ളി പടത്തിന്റെ റിവ്യൂസ് ഇടും. അതിൽ പുള്ളി ഈ പടത്തെ പറ്റി പറയുന്നുണ്ട്. ഈ പടം ഞാൻ ഒരു செம்ம படம் பார்த்தேன். அந்த படம் பார்த்துட்டு இருக்கும்போது ஒரே டைம் எனக்கு வந்து அவ்வளோ ஹாப்பியாக இருக்குது, அதே டைமில் எனக்கு வந்து அவ்வளோ பயமாக இருக்குது. ஏன்னா இவங்க எப்படியாவது இந்த படத்தோட റീമേക്ക് റൈറ്റ്സ് കൊടുക്കുമോ എന്നുള്ള സംഭവത്തിലാണ് പുള്ളി ഭയങ്കര പുള്ളി അതേപോലെ പറയുന്നത്. ഒരു കാരണവശാലും പ്ലീസ് നിങ്ങളത് കൊടുക്കരുത്, ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് പുള്ളി പറയുന്നത്. നമുക്കും ആ കൺസേൺ ഉണ്ട്. കാര്യം അതും നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ മറ്റേ പ്രേം കിടാനൊരു പാട്ടൊക്കെ ഇറങ്ങി, എൻ്റെ പോലെ രസമുണ്ട്. അവനഭിനയിക്കാൻ അറിയാത്തോണ്ടാ മെയിൻ പ്രശ്നം. നമ്മൾ നസ്ലിൻ വളരെ നാച്ചുറലി രസമുള്ള ഒരു ആക്ടറാണ്. അഭിനയമോ അതെന്ത് എന്ന് ചോദിക്കുന്നതാണ് അവിടെ. കുറച്ച് ഓവറായിട്ട് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അവരുടെ ചിന്ത. ഇത് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പോയാൽ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കും എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ് അവർ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്ര സില്ലിയാണ് തോന്നുന്നു. പിന്നെ ഓരോ ഇൻഡസ്ട്രിയിലും ഈ ആക്ടിംഗ് എന്ന് പറയുന്നതും വേറെ വേറെ രീതിയിലാണ്. അതെ എല്ലാവരുടെയും കൾച്ചറൽ ഡിഫറൻസ്. മലയാളത്തിൽ ഒരുപാട് സിനിമ എടുത്ത് പ്രിയദർശൻ അങ്ങോട്ട് റീമേക്ക് ചെയ്ത് അവിടെ അത് കൾട്ട് പടങ്ങളാണ്. ബട്ട് നമ്മളത് കാണുമ്പം നമുക്ക് അതിന്റെ ഒറിജിനലിൽ നമ്മൾ ആസ്വദിച്ച വേറൊരു ടോണിലാണ്. അവർക്ക് ചിലപ്പോൾ നമ്മുടെ പടം കാണുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ തമാശയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിലും ഭേദം പ്രിയദർശന്റെ പടം ഉണ്ടെന്ന് തോന്നുന്നു. ബുൽബുലയെ നല്ലടാ മണിച്ചിത്താട് റീമേക്ക് ചെയ്തെന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. അടിച്ചു മാറ്റുന്നോടാ. 10 വർഷം മുമ്പേ പോയി ഹിന്ദിക്കാരുമാര് ഞാൻ പഠിച്ച കോളേജിലുണ്ടായിരുന്നു. ഞാൻ പഠിച്ച കോളേജിൽ ഹിന്ദിക്കാര്, തമിഴര്, തെലുങ്കന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലൊരു ഹിന്ദിക്കാരനെ പടം കാണിച്ച് സമയത്ത് പറയാണ് എടാ ഇത് ഭൂൽഭൂലയെ അല്ലേടാ എന്ന് ചോദിച്ചു. നമ്മള് ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബി ഹൗസ് ഞാൻ ഇട്ട് കണ്ടോണ്ടിരിക്കാം. അപ്പൊ ഇവന്മാർക്ക് പഞ്ചാബി ആയിട്ട് അതിനകത്ത് കാണിക്കുന്നവരെ വിശ്വാസം പോരാ, ഇതാണോടാ പഞ്ചാബി. പിന്നെ ബോഡി ഗാർഡ് അതുപോലെ സൽമാന്റെ ബോഡി കണ്ടിട്ട് ദിലീപിനെ കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ബോഡി ഇല്ലല്ലോ, ഈ ബോഡി ഇല്ലാത്തേക്കരെ ബോഡി ഗാർഡാവും. സോ അപ്പം നിങ്ങൾ പടം കാണാത്തവരുണ്ടെങ്കിൽ, ഇനിയും പടം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണൂ, ഫാമിലി ആയിട്ട് പോയി കാണൂ. ഒരു നല്ല സിനിമ കാണാം, ഒരു രസമുള്ള പടം, ഒരു നല്ല സിനിമ കാണാനായിട്ട് നിങ്ങൾ പോകും. നിങ്ങൾക്ക് നല്ല സിനിമ കാണാൻ സാധിക്കും. ഒരു ഗംഭീര ചിരിപ്പടം എന്നുള്ള ലൈനിൽ പോവാതെ ഒരു നല്ല സിനിമ എന്നുള്ള ലൈനിൽ പോയാൽ നിങ്ങൾക്ക് കുറേ ചിരിക്കാം, അതിനോടൊപ്പം തന്നെ നല്ല പടം കാണാം. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്താൽ നന്നായിരിക്കും, അല്ലേ, കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും, ഷെയർ ചെയ്താൽ നന്നായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്താലും നന്നായിരിക്കും. ആർക്ക് നന്നായിരിക്കും? നമുക്ക് നന്നായിരിക്കും. അതെ, പ്രായം കൂടി ഈ 2 ചേട്ടന്മാർക്ക്. അതെ ഒരുപാട് പടങ്ങൾ പറയണ്ടായിരുന്നു അതെ, നമ്മുടെ നല്ല പ്രായത്തിൽ ഈ പടങ്ങളൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ അതെ ഇതൊക്കെ കുറച്ചുകൂടെ മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നു. കാര്യമില്ല. മുടിയൊക്കെ നനച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ കൂട്ടുകാരെ കണ്ട സമയത്ത് നമ്മുടെ വള്ളംകളിക്ക് മീറ്റ് ചെയ്താൽ പറഞ്ഞു എടാ നിനക്ക് വല്ലാണ്ട് പ്രായമായല്ലോ അത്. അപ്പം ഞാനും നോക്കുമ്പോൾ അവൻ്റെ മുടിയിൽ ഒരു മുടി പോലും നനച്ചിട്ടില്ല. ഇതെങ്ങനെ ഞാനപ്പോൾ ചോദിച്ചത് നീ എങ്ങനെ ഈ ഔവനം നിലനിർത്തുന്നത്? ഇത് ബാലധരയാണെന്ന് പറഞ്ഞ് അവന്മാരുടെ മുമ്പിൽ ഞാൻ ഒരു വിറ്റടിച്ചു, പക്ഷെ അത് ഏറ്റില്ല. ഈ ചാനലിലെ നിന്റെ വിറ്റ് പോലെ. അതെ എല്ലാം ചിരി പോകും. ഞങ്ങളുടെ ബുദ്ധി ചിരിപ്പണ്ടടങ്ങി പോയി. അത് പറഞ്ഞാലേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റൊരു പടം ഏത് പടം നമ്മുടെ തിരുവോണത്തിന് അന്ന് നമുക്ക് ടോക്സിക് റിലീസ് ഉണ്ട്. രാവിലെ 6 മണിക്കത്തെ ഷോ നമ്മൾ എടുക്കുന്നുണ്ട്. അന്ന് തന്നെ പറ്റിയ തിരുവോണത്തിന് അന്ന് രാത്രിയിലേക്ക് നമ്മൾ ടോക്സിക്കിൻ്റെ കൊടുക്കണോ? അങ്ങനെ അതെ, നമുക്കന്ന് ഷൂട്ട് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ, എല്ലാവരും ഫ്രീ ആണ്, എല്ലാവരും നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ടോക്സിക്കിൻ്റെ ഡിസ്കഷനുമായിട്ട് ഒട്ടനെ തന്നെ വരും. അത് അന്നത്തെ ദിവസം തിരുവോണത്തിന് അന്ന് തന്നെ രാത്രി ഇടാം, അല്ലേ? പറ്റിയിരിക്കും. ടോക്സിക് തിരുവോണമായിരിക്കും. അല്ല, ടോക്സിക് തിരുവോണമായിരിക്കും.